കേരളത്തിന്റെ പച്ചപ്പും ജൈവവൈവിധ്യവും ലോകപ്രശസ്തമാണെങ്കിലും ഈ പ്രകൃതി ഭംഗിക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയൊരു അപകടത്തെക്കുറിച്ച് നാം പലപ്പോഴും ബോധവാന്മാരല്ല. പ്രത്യേകിച്ച് പാമ്പുകളുടെ കാര്യത്തിൽ. കേരളത്തിലെ കാടുകളിലും റബ്ബർ തോട്ടങ്ങളിലും കൃഷിയിടങ്ങളിലും കാണപ്പെടുന്ന 8 ഇനം അണലികൾക്ക് ഇന്നും ഫലപ്രദമായ ആന്റിവനം ലഭ്യമല്ല എന്ന യാഥാർത്ഥ്യം നമ്മെ ഞെട്ടിക്കുന്നതാണ്. പാമ്പുകടിയേൽക്കുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവ് രേഖപ്പെടുത്തുന്ന ഈ കാലഘട്ടത്തിൽ വൈദ്യശാസ്ത്രം ഇത്രയേറെ പുരോഗമിച്ചിട്ടും എന്തുകൊണ്ടാണ് ഈ പാമ്പുകൾക്ക് മുന്നിൽ നാം നിസ്സഹായരാകുന്നത് എന്നത് ഗൗരവകരമായ ചർച്ചകൾ അർഹിക്കുന്നു. ഇത് നമ്മുടെ ആരോഗ്യ സുരക്ഷാ സംവിധാനത്തിലെ വലിയൊരു വിടവിനെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. രാജവെമ്പാല മുതൽ കുഴിമണ്ഡലി വരെയുള്ള പാമ്പുകളുടെ വിഷത്തിനു മുന്നിൽ ലക്ഷണങ്ങളെ മാത്രം ചികിത്സിക്കുക എന്ന പഴയ രീതിയിലേക്ക് നമുക്ക് മടങ്ങേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കേരളത്തിൽ പാമ്പുകടിയേൽക്കുന്ന കേസുകളിൽ 4-1 റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് മുഴമൂക്കൻ കുഴിമണ്ഡലി അഥവാ ഹംനോസ്ഡ് പിറ്റ് വൈപ്പർ എന്ന ഇനത്തിൽപ്പെട്ട പാമ്പുകളിൽ നിന്നാണ്. കാഴ്ചയിൽ ഉണങ്ങിയ ഇലകൾക്ക് സമാനമായ നിറവും വലിപ്പവുമുള്ള ഇവയെ തിരിച്ചറിയുക എന്നത് ഏറെ പ്രയാസകരമാണ്. റബ്ബർ തോട്ടങ്ങളിലും കരിയിലകൾക്കിടയിലും ഒളിച്ചിരിക്കുന്ന ഇവയുടെ കടിയേറ്റാൽ മരണം സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിർഭാഗ്യവശാൽ ഇന്ത്യയിൽ നിലവിൽ ലഭ്യമായ പോളിവാലന്റ് ആന്റിവനം ഈ പാമ്പിന്റെ വിഷത്തിന് ഫലപ്രദമല്ല. പശ്ചിമഘട്ട നിരകളിൽ സമൃദ്ധമായി കാണപ്പെടുന്ന മുഴമൂക്കൻ കുഴിമണ്ഡലിയുടെ വിഷം പ്രധാനമായും വൃക്കകളെയാണ് ബാധിക്കുന്നത്. കടിയേറ്റ ഭാഗത്ത് കഠിനമായ വേദനയും വീക്കവും ഉണ്ടാകുന്നതിനോടൊപ്പം രക്തം കട്ടപിടിക്കാത്ത അവസ്ഥയും വൃക്കകളുടെ പ്രവർത്തനം തകരാറിലാകുന്നതും രോഗിയെ മരണത്തിലേക്ക് നയിക്കുന്നു. ഈ ഘട്ടത്തിൽ ഡോക്ടർമാർക്ക് ചെയ്യാൻ കഴിയുന്ന ഏക കാര്യം രോഗിയുടെ ലക്ഷണങ്ങൾക്കനുസരിച്ച് ഡയാലിസിസോ പ്ലാസ്മ ചികിത്സയോ നൽകുക എന്നത് മാത്രമാണ്. ഇന്ത്യയിൽ നിർമ്മിക്കപ്പെടുന്ന ആന്റിവനം പ്രധാനമായും 4 പാമ്പുകളുടെ വിഷത്തെ പ്രതിരോധിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. മൂർക്കൻ, വെള്ളിക്കെട്ടൻ, അണലി, ചുരുട്ടമണ്ഡലി എന്നിവയാണ് ഈ ബിഗ് 4. ഈ 4 പാമ്പുകളിൽ നിന്നുള്ള വിഷം ഉപയോഗിച്ച് കുതിരകളിൽ വികസിപ്പിച്ചെടുക്കുന്ന ആന്റിവനമാണ് രാജ്യത്തുടനീളം ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ പട്ടികയിൽ ഉൾപ്പെടാത്ത 8 ഇനം കുഴിമണ്ഡലികൾ കേരളത്തിലുണ്ട് എന്നത് നാം വിസ്മരിക്കുന്നു. മുഴമൂക്കിനെ കൂടാതെ മലബാറി കുഴിമണ്ഡലിയിലെ 3 ഇനങ്ങൾ, ചട്ടിത്തലയൻ കുഴിമണ്ഡലിയിലെ 2 ഇനങ്ങൾ, മുളമണ്ഡലി, ലാടമണ്ഡലി എന്നിവ പശ്ചിമഘട്ടത്തിലെ നിത്യ സാന്നിധ്യമാണ്. ഇവയുടെ വിഷത്തിന്റെ ഘടന ബിഗ് 4കളിൽ നിന്നും തീർത്തും വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള ആന്റിവനം കുത്തിവെച്ചാലും അത് ഈ പാമ്പുകളുടെ വിഷവുമായി പൊരുത്തപ്പെടില്ല. ഓരോ പാമ്പിനും പ്രത്യേകം ആന്റിവനം നിർമ്മിക്കുക എന്നത് സാമ്പത്തികമായും പ്രായോഗികമായും ബുദ്ധിമുട്ടേറിയ കാര്യമാണെങ്കിലും മനുഷ്യജീവന്റെ വില കണക്കിലെടുക്കുമ്പോൾ ഇത് അടിയന്തരമായി പരിഗണിക്കേണ്ട ഒന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വിഷപ്പാമ്പായ രാജവെമ്പാലയുടെ കാര്യത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല. മുൻകാലങ്ങളിൽ അസമിൽ രാജവെമ്പാലയുടെ വിഷത്തിനുള്ള ആന്റിവനം നിർമ്മിച്ചിരുന്നെങ്കിലും ആവശ്യക്കാർ കുറവായതിനാൽ ഇതിന്റെ ഉത്പാദനം നിർത്തിവെച്ചു. ഭാഗ്യവശാൽ രാജവെമ്പാല മനുഷ്യരെ കടിക്കുന്ന സംഭവങ്ങൾ വളരെ അപൂർവമാണ്. എങ്കിലും അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ കൃത്യമായ മരുന്നില്ലാതെ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് ദുഷ്കരമാണ്. സമാനമായ അവസ്ഥയാണ് കാട്ടിനുള്ളിൽ കാണപ്പെടുന്ന പവിഴപ്പാമ്പുകളുടെ കാര്യത്തിലും. ഇവയുടെ കടിയേറ്റാൽ നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന മാരകമായ വിഷമാണ് ശരീരത്തിലെത്തുന്നത്. ഇതിനും ആന്റിവനം വികസിപ്പിച്ചിട്ടില്ല. കടിയേറ്റവരുടെ എണ്ണം കുറവാണെന്ന കാരണത്താൽ മരുന്ന് നിർമ്മാണ കമ്പനികൾ ഇത്തരം പാമ്പുകളെ അവഗണിക്കുന്നത് വലിയൊരു വിരോധാഭാസമാണ്. ഓരോ ജീവനും വിലപ്പെട്ടതാണെന്നിരിക്കെ അപകടകാരികളായ എല്ലാ പാമ്പുകൾക്കും മരുന്ന് ലഭ്യമാക്കേണ്ടത് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ്. മറുമരുന്നില്ലാത്ത സാഹചര്യത്തിൽ ഡോക്ടർമാർ സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ് അഥവാ ലക്ഷണങ്ങളെ ചികിത്സിക്കുക എന്ന രീതിയാണ് പിന്തുടരുന്നത്. ഇത് ഏറെ സങ്കീർണവും ചിലവേറിയതുമായ ഒരു പ്രക്രിയയാണ്. ഉദാഹരണത്തിന്, ഒരു കുഴിമണ്ഡലി കടിച്ച വ്യക്തിക്ക് വൃക്കകളുടെ തകരാറ് കണ്ടു തുടങ്ങിയാൽ ഉടൻ തന്നെ ഡയാലിസിസ് ആരംഭിക്കണം. രക്തസ്രാവം നിയന്ത്രിക്കാൻ പ്ലാസ്മയോ മറ്റ് ഘടകങ്ങളോ നൽകേണ്ടി വരും. പലപ്പോഴും ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന തീവ്രപരിചരണം ഇതിന് ആവശ്യമാണ്. പല സർക്കാർ ആശുപത്രികളിലും ഇത്തരം നൂതന സൗകര്യങ്ങളുടെ അഭാവം മരണനിരക്ക് കൂടാൻ കാരണമാകുന്നു. കൃത്യസമയത്ത് പാമ്പിനെ തിരിച്ചറിയാൻ സാധിക്കാത്തതും ചികിത്സയെ ബാധിക്കുന്നുണ്ട്. വനം വകുപ്പിന്റെ സർപ്പ പോലുള്ള മൊബൈൽ ആപ്പുകൾ പാമ്പുകളെ തിരിച്ചറിയാൻ സഹായിക്കുന്നുണ്ടെങ്കിലും കടിയേറ്റ ഉടനെ പരിഭ്രാന്തിയിലാകുന്ന ജനങ്ങൾക്ക് ഇത് എത്രത്തോളം പ്രയോജനപ്പെടുമെന്നത് സംശയമാണ്. അതുകൊണ്ട് തന്നെ ലക്ഷണങ്ങൾ നോക്കിയുള്ള ചികിത്സയേക്കാൾ
വിഷത്തെ നേരിട്ട് തടയുന്ന ആന്റിവെനം തന്നെ വികസിപ്പിക്കേണ്ടതുണ്ട്. ഇന്ത്യയിൽ നിലവിൽ ആന്റിവെനം നിർമ്മിക്കാൻ ആവശ്യമായ വിഷം പ്രധാനമായും ശേഖരിക്കുന്നത് തമിഴ്നാട്ടിലെ ചെന്നൈയിൽ നിന്നാണ്. ഇരുള സൊസൈറ്റിയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. എന്നാൽ ഒരു പ്രദേശത്തെ പാമ്പിന്റെ വിഷഘടന മറ്റൊരു പ്രദേശത്തെ അതേ ഇനം പാമ്പിൽ നിന്ന് വ്യത്യാസമായിരിക്കാം എന്നത് ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നു. കാലാവസ്ഥ, ഇരകളുടെ ലഭ്യത, ഭൂപ്രകൃതി എന്നിവയ്ക്കനുസരിച്ച് വിഷത്തിന്റെ തീവ്രതയിലും ഘടനയിലും മാറ്റങ്ങൾ വരാം. കേരളത്തിലെ പാമ്പുകളുടെ വിഷം ഉപയോഗിച്ച് ഇവിടെ തന്നെ മരുന്ന് നിർമ്മിക്കണമെന്ന ആവശ്യം വർഷങ്ങളായി ഉയരുന്നുണ്ടെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ അനുമതി ഉൾപ്പെടെയുള്ള നൂലാമാലകൾ ഇതിന് തടസ്സമാകുന്നു. കേരളത്തിലെ റബ്ബർ തോട്ടങ്ങളിലെ തൊഴിലാളികൾ നിരന്തരം മുഴമൂക്കൻ കുഴിമണ്ഡലിയുടെ ഭീഷണിയിലാണ്. നമ്മുടെ പരിസ്ഥിതിക്ക് അനുയോജ്യമായ രീതിയിൽ വിഷം ശേഖരിക്കാനും മരുന്ന് നിർമ്മിക്കാനുമുള്ള സംവിധാനം കേരളത്തിൽ തന്നെ ഉണ്ടാവേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഈ പ്രതിസന്ധിയിലും ചില പ്രതീക്ഷയുടെ കിരണങ്ങൾ തെളിയുന്നുണ്ട്. ബംഗളൂരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ ശാസ്ത്രജ്ഞർ മുഴമൂക്കൻ കുഴിമണ്ഡലിയുടെ വിഷത്തിനെതിരെയുള്ള ആന്റിവെനം വികസിപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. പാമ്പുകളുടെ വിഷത്തിലെ പ്രോട്ടീൻ ഘടനകൾ വിശകലനം ചെയ്ത് കൃത്യമായ ആന്റിബോഡികൾ നിർമ്മിക്കാനുള്ള പരീക്ഷണങ്ങൾ പുരോഗമിക്കുന്നു. വനം വകുപ്പും ആരോഗ്യ വകുപ്പും ചേർന്ന് സർപ്പ നോഡൽ ഓഫീസർമാരുടെ പ്രവർത്തനങ്ങളും ശ്ലാഘനീയമാണ്. സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ കൂടുതൽ താൽപര്യം കാണിക്കുകയും കേന്ദ്ര മന്ത്രാലയങ്ങളുമായി ചേർന്ന് വിഷശേഖരണത്തിന് ആവശ്യമായ അനുമതികൾ വാങ്ങുകയും ചെയ്താൽ വരും വർഷങ്ങളിൽ നമുക്ക് ഈ പാമ്പുകൾക്കെതിരെയും മറുമരുന്ന് ലഭിച്ചേക്കാം. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വിഷത്തിന്റെ തീവ്രത കുറയ്ക്കാനുള്ള മറ്റ് മരുന്നുകളെക്കുറിച്ചും പഠനങ്ങൾ നടക്കുന്നുണ്ട്. പാമ്പുകടിയേറ്റാൽ മരണം സംഭവിക്കുന്നത് വിഷം കൊണ്ടല്ല, മറിച്ച് കൃത്യമായ ചികിത്സ സമയത്തിന് ലഭിക്കാത്തത് കൊണ്ടുകൂടിയാണെന്ന സത്യം നാം തിരിച്ചറിയണം. കേരളത്തിലെ 8 ഇനം അണലികൾക്കും രാജവെമ്പാലയ്ക്കുമൊക്കെ ആന്റിവെനം ഇല്ലാത്ത സാഹചര്യം മാറ്റിയെടുക്കാൻ ശാസ്ത്രീയ ഗവേഷണങ്ങളും രാഷ്ട്രീയ ഇച്ഛാശക്തികളും ഒരുപോലെ ആവശ്യമാണ്. വനത്തോടും പ്രകൃതിയോടും ചേർന്ന് കഴിയുന്ന ഒരു ജനതയ്ക്ക് തങ്ങളുടെ ജീവൻ സുരക്ഷിതമാണെന്ന ഉറപ്പ് നൽകാൻ ആധുനിക വൈദ്യശാസ്ത്രത്തിന് കഴിയണം. മരുന്നു കമ്പനികളുടെ ലാഭക്കണക്കുകൾക്കപ്പുറം മനുഷ്യത്വപരമായ ഒരു സമീപനം ഈ മേഖലയിൽ ഉണ്ടാവേണ്ടതുണ്ട്. അതൊരു പ്രദേശത്തെ പാമ്പുകളുടെ വിഷം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പ്രാദേശിക ആന്റിവെനം എന്ന ആശയത്തിന് കൂടുതൽ പ്രചാരം ലഭിക്കണം. എങ്കിൽ മാത്രമേ പശ്ചിമഘട്ടത്തിന്റെ തണലിൽ കഴിയുന്ന കർഷകനും തൊഴിലാളിക്കും ഭയമില്ലാതെ ജോലി ചെയ്യാൻ സാധിക്കൂ. ശാസ്ത്രം ഇനിയും സഞ്ചരിക്കേണ്ട ദൂരം ഈ 8 ഇനം അണലികൾ നമുക്ക് കാണിച്ചു തരുന്നു. ആ ദൂരം വേഗത്തിൽ പിന്നിടുമെന്നും ഇനി ഒരു ജീവൻ പോലും മറുമരുന്നില്ലാത്തതിനാൽ നഷ്ടമാകില്ലെന്നും നമുക്ക് പ്രത്യാശിക്കാം. ജാഗ്രതയും അറിവും ഒപ്പം ശാസ്ത്രീയമായ പിന്തുണയുമാണ് പാമ്പുകടി എന്ന വെല്ലുവിളിയെ നേരിടാനുള്ള നമ്മുടെ കരുത്ത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.